പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന് വിട നൽകി നാട്. ചങ്ങമ്പുഴ പാർക്കിലും ഇടപ്പള്ളിയിലെ വീട്ടിലും പതിനായിരങ്ങളാണ് പ്രണാമം അർപ്പിക്കാനായി എത്തിയത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരുൾപ്പെടെയുള്ളവരും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നു. ഇടപ്പള്ളി ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ, ഒരുപക്ഷെ വളരെ വലിയൊരു ഭീകരാക്രമണം, ഭാരതത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിന് ഇരയായ മലയാളി, പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ തന്നെയും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ഭീകരാക്രമണത്തിൽ ഒരു മലയാളി കൂടി ഇരയായി എന്നുള്ളൊരു വാർത്ത നമ്മൾ ആദ്യം കേട്ടപ്പോൾ തന്നെ വളരെയധികം ഒരു ഞെട്ടൽ സംഭവിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം അത്രത്തോളം ഒരു വേദനാജനകമായി തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും വീട്ടുകാരുടെ പ്രതികരണങ്ങളിൽ പോലും അതുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലെ ഈ ഒരു അന്ത്യയാത്രയിൽ പോലും അദ്ദേഹത്തിന് നൽകിയ ആ ഒരു കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, സംസ്കാര ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന എൻ രാമചന്ദ്രൻ്റെ ഭൗതികദേഹം ഇന്ന് രാവിലെ 7ഓടെയാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ചത്. അവിടെ 9 മണിവരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇടമുറിയാതെ വലിയ ജനപ്രവാഹമായിരുന്നു അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാന ഒരു യാത്രാമൊഴി പറയാനായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10 മണിക്ക് ശേഷം മാത്രമാണ് അവിടെ പൊതുദർശനം അവസാനിപ്പിക്കാൻ സാധിച്ചത്. അവിടെ തന്നെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, ഗോവ ഗവർണറും കേരള ഗവർണറും എത്തിയിരുന്നു. അതിനു പുറമെ സംസ്ഥാന മന്ത്രിമാരടക്കമുള്ളവരെത്തി. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവരും അവിടെ എത്തിയിരുന്നു. ഇന്ന് വരെ രാമേന്ദ്രനെ കണ്ടിട്ടില്ലാത്തവരടക്കമുള്ളവർ അവിടേക്ക് എത്തി ഈ യാത്രാമൊഴി നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ ആയത്. പലരും ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പൊതുദർശനം പൂർത്തിയാക്കിയ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അവിടെയും വലിയ ജനക്കൂട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടേക്കാണ് എത്തിയത്. അതിനുശേഷം പൊതുദർശനം പൂർത്തിയാക്കി എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്ത് തന്നെയുള്ള പൊതു ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അവിടെ വെച്ച് സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയും നൽകി, ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിക്കൊണ്ട് അത് വീട്ടിൽ വെച്ചും അതിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ശ്മശാനത്തിലും എത്തിച്ചും ഇത്തരം ചടങ്ങുകൾ നടന്നു. അതിനുശേഷമാണ് ചിതയിലേക്ക് ഭൗതികദേഹം എടുത്തത്. അവിടെ കൊള്ളിവെക്കുന്നത് മകനും മകളും, മകൻ അരവിന്ദും ആരതി എന്ന മകളും കൊള്ളിവെച്ചു. അതിനുശേഷം മകനാണ് ചിതയിലേക്ക് അഗ്നി പകർന്നത്. അതിനുശേഷം ഈ ചിതയ്ക്ക് വലം വെച്ച്, വെള്ളം നിറച്ച കലവുമായി വലം വെച്ച് ആ കലം ഉടയ്ക്കുന്നതോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയായിരുന്നു. വലിയ ആൾക്കൂട്ടം ശ്മശാനത്തിലും എത്തിയിരുന്നു. ആ രീതിയിൽ നാടിൻ്റെ ഒന്നാകെ കൂടെയുണ്ട്, ഈ രാമേന്ദ്രൻ്റെ കുടുംബത്തിനൊപ്പമാണ് ജനങ്ങൾ എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. രാമചന്ദ്രന് കണ്ണീരോടെ പ്രണാമം നൽകി അദ്ദേഹത്തെ വിടയാത്രയാക്കിയിരിക്കുകയാണ്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.